ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിൽ പലരും നേരിടുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നായ നമ്മുടെ വീട്ടിലും പറമ്പിലും അതുപോലെ തന്നെ പാടത്തും ഒക്കെ വളരെയധികം കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചും അത് ഏതൊക്കെ രോഗങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള നല്ലൊരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഷുഗർ. അപ്പോൾ ഇത് ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും അതുപോലെ തന്നെ നന്നായി പ്രായമായവരിലും എല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ ആ ഒരു ക്രമീകരണത്തിലൂടെ മാത്രമല്ല, ഭക്ഷണം നിയന്ത്രിക്കാത്തത് കൊണ്ട് മാത്രമല്ല, അല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഷുഗറൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാം, അതിനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗറിന് വേണ്ടിയിട്ട് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടാവാം. അപ്പോൾ നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നൊക്കെ കഴിച്ചു പോകുമ്പോൾ ആ മരുന്നിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് മൂലം മറ്റ് പല രോഗങ്ങളും നമുക്ക് ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ നോർമലാക്കാം എന്നുകൂടി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഔഷധ സസ്യത്തെക്കുറിച്ചും അത് ഏതൊക്കെ രോഗങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഒന്ന് കണ്ടുവരാം. ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും പ്രധാനമായത് കുറച്ച് ഞാനിവിടെ ഇപ്പോൾ പറയാം. അപ്പോൾ ഇതാണ് ആ ഔഷധ ഗുണമുള്ള സസ്യം. കീഴാർനെല്ലി എന്നാണ് ഇതിൻ്റെ പേര്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നതായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മളിതിനെ അങ്ങോട്ട് അത്ര കാര്യമായിട്ട് കാണാറില്ല, വെറുതെ അങ്ങോട്ട് പറിച്ച് കളയുകയൊക്കെ ആവും ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ എന്നാൽ പലർക്കും അറിയാത്ത ഒരുപാട് ഗുണങ്ങൾ ഇതിന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സസ്യം എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പറിച്ച് കളയാതെ ഇരിക്കുക, ഒരെണ്ണമെങ്കിലും നമ്മൾ വീട്ടിൽ നിർത്തുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേര്, തണ്ട്, ഇല, പൂവ്, കായ ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഔഷധ ഗുണമുള്ളതാണ്. ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിലും അലോപ്പതിയിലാണ് എന്നുണ്ടെങ്കിലും ഇത് മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പല രോഗങ്ങൾക്കും പല തരത്തിലാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ഇത് നല്ലൊരു മരുന്നാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേരടക്കം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് 10 മില്ലി വീതം പശുവും പാലിൽ ചേർത്തിട്ട് നമ്മൾ ഒരാഴ്ച കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. കീഴാർനെല്ലിക്ക് അതുപോലെ തന്നെ കരളിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താനുള്ള നല്ല കഴിവുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കീഴാർനെല്ലി ഇലയും തണ്ടും എല്ലാം ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് നിർത്താനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, വയറിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് കീഴാർനെല്ലി. അപ്പോൾ കീഴാർനെല്ലി മുഴുവനായിട്ട് അരച്ച് മോരിൽ ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, ദഹന പ്രശ്നങ്ങൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. നല്ല രീതിയിൽ ശോധന ഉണ്ടാവാനും ഇത് ഇങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു കാര്യം, സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് എന്നുള്ളതാണ്. അമിതമായ ബ്ലീഡിങ്, അതുപോലെ തന്നെ ആ ഒരു ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന, നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചയിൽ അധികമൊക്കെ ആയിട്ട് ഒരു 10 ദിവസമോ അങ്ങനെയൊക്കെ ആയിട്ട് നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് എന്നിവയ്ക്കൊക്കെ കീഴാർനെല്ലി അരച്ചിട്ട് അത് അരിക്കാടിയിൽ ചേർത്ത്, അതായത് നമ്മൾ അരി കഴുകിയിട്ടുള്ള വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നോർമലായിട്ട് മാറും. മറ്റൊരു കാര്യം, കീഴാർനെല്ലിയുടെ നീരെടുത്തിട്ട് തേങ്ങാപ്പാലിൽ ചേർത്തിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കരൾ രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാവും. പിന്നെ കീഴാർനെല്ലി ദിവസവും വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചവച്ച് കുറച്ച് നേരം ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ ബലക്ഷയം മാറുന്നതായിരിക്കും. നല്ല ആരോഗ്യമുള്ള പല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ. പല്ലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കീഴാർനെല്ലി സമൂലം എണ്ണ കാച്ചിയിട്ട് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല കട്ടക്കറുപ്പായിട്ട് വളർന്നു വരാനും അതുപോലെ തന്നെ നല്ല ഉള്ളു വയ്ക്കാനും മുടി കൊഴിച്ചിലെല്ലാം മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മറ്റൊരു കാര്യം, ഇത് തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശുവും പാലിലോ ഒക്കെ അരച്ചിട്ട് മുടിയിലും നമ്മുടെ തലയൊട്ടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല നീളത്തിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് തേക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന്
മസാജൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ തലയിൽ ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി കളയുക കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ വേനൽക്കാലത്ത് നമ്മളിതിൻ്റെ കീഴാർനെല്ലിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ശരീരത്തിന് നല്ലൊരു തണുപ്പൊക്കെ കിട്ടുന്നതായിരിക്കും. മറ്റൊരു കാര്യം, കീഴാർനെല്ലി ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന മുറിവ്, അതുമൂലം ഉണ്ടാവുന്ന നീര് എന്നിവയൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾക്ക് കീഴാർനെല്ലി കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് മുറിവിന് ചുറ്റും പുരട്ടുന്നത് നല്ലതാണ്. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്രണങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടായിട്ട് അതങ്ങോട്ട് കുറച്ചങ്ങോട്ട് വലുതായി പൊട്ടി അങ്ങനെ വ്രണങ്ങളായി മാറാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ പറയണത്. അപ്പോൾ അത് മുറിവിന് ചുറ്റും ആ ഒരു കഞ്ഞിവെള്ളത്തിൽ അരച്ചിട്ട് നമ്മളിത് മുറിവിന് ചുറ്റും അങ്ങോട്ട് എന്താ പറയുക ഒന്ന് പുരട്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കുരുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചുങ്ങി പോവുകയും അതുപോലെ തന്നെ മുറിവുകളൊക്കെ ആയി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങാനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ പനി ഉണ്ടാകുമ്പോൾ നമ്മൾ കീഴാർനെല്ലിയില ചവച്ചരച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. വേറൊരു കാര്യം, ജലദോഷത്തിനും ചുമയ്ക്ക് അത് ഒക്കെ വളരെ നല്ലൊരു മരുന്നാണ് കീഴാർനെല്ലി കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂട്ടിയെടുക്കാനായിട്ട് സഹായിക്കും. ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ കീഴാർനെല്ലിക്ക് ഉണ്ട് കേട്ടോ. മാത്രമല്ല, എയ്ഡ്സ് വൈറസുകളെ പോലും നശിപ്പിക്കാൻ കീഴാർനെല്ലിക്ക് കഴിവുണ്ട് എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കീഴാർനെല്ലി അരച്ചിട്ട് മോര് കാച്ചിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയും അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രക്താതിസാരം പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് പ്രമേഹത്തിന് ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ കീഴാർനെല്ലി നമ്മൾ സമൂലം എടുത്തിട്ട്, അതായത് മുഴുവനായിട്ട് വേരടക്കം നമ്മൾ എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ 2 ഗ്ലാസ് വെള്ളത്തിൽ ചെറിയ തീയിലിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അത് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആക്കിയിട്ട് മാറ്റണം. എന്നിട്ട് ദിവസവും രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹമൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നോർമൽ സ്റ്റേജിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഇലയുണ്ടല്ലോ ചവച്ചരച്ചിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതായത് മൂത്രത്തിലെ പഴുപ്പ്, എന്താ പറയുക, മൂത്രമൊഴിക്കുമ്പോഴുണ്ടാവുന്ന ഒരു വേദന, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എല്ലാം തന്നെ മാറ്റാനായിട്ട് നല്ലൊരു കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ വാതരോഗികൾ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി ആയുർവേദത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും അങ്ങനെ നമുക്ക് അവൈലബിൾ ആവണം എന്നില്ല. ഒരു മഴയുടെ സീസണൊക്കെ ആകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയത്ത് നമ്മളിത് എടുത്തിട്ട് നമ്മൾ തണലിലിട്ട് ഉണക്കുക. നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തണലിലിട്ടിട്ട് ഉണക്കിയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മളിത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഇതിട്ടിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു പൗഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.